എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സ്റ്റാൻലിയും ബാലചന്ദ്രൻ മേനോനും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ മേനോൻ ചോദിക്കുന്നുണ്ട്, ഗംഗാധര മേനോനെക്കുറിച്ചും അയാളുടെ സഹോദരി വൈജയന്തിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി എല്ലാ സത്യങ്ങളും പറയുന്നു. ഞാനും വൈജയന്തിയുമായിട്ട് ആഗ്ര കൻ്റോൺമെൻറ്റിലായിരുന്നു എനിക്ക് ജോലി. അവിടെ വെച്ച് ആണ് ഞാൻ വൈജയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നെന്നും ഷാജഹാൻ മുംതാസ് രീതിയിലുള്ള ഒരു പ്രണയ ത്രില്ലർ സ്റ്റോറി തന്നെയാണ് ബാലേന്ദ്രൻ്റെ മുന്നിൽ സ്റ്റാൻലി പറയുന്നത്. ആ സമയത്ത് വൈജ പ്രഗ്നൻ്റ് ആയിരുന്നെന്നും അവിടെ ഒരു വീട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നെന്നും എൻ്റെ അമ്മച്ചിയുടെ മരണസംബന്ധമായിട്ട് എനിക്ക് പുനലൂർക്ക് വരേണ്ടി വന്നു. ആ സമയത്താണ് ഗംഗാധര മേനോനും അവരുടെ സഹോദരങ്ങളും ചേർന്ന് വൈജയെ അവിടുന്ന് ബലാത്കാരമായി കൂട്ടിക്കൊണ്ട് പോയത്. അവിടം വരെ എനിക്ക് വൈജയെക്കുറിച്ച് അറിയത്തുള്ളൂ. പിന്നെ എനിക്ക് അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവൾ പിന്നീട് വിവാഹിതയായി കാണും, കുട്ടികളൊക്കെ ജനിച്ച് കാണും. അതുപോലെ തന്നെ അവൾ എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് മക്കളായി. പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറയും. ആ സമയത്ത് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ വൈജയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഥകളും അറിയാമായിരുന്നു. അതെ, ഇനി നിങ്ങളറിയാത്ത ചില കഥകൾ കൂടി ഉണ്ട് മിസ്റ്റർ സ്റ്റാൻലി എന്ന് പറയും. ആ സമയത്ത് സ്റ്റാൻലി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവളെ ഏതോ ഒരു വിഡ്ഢിയായ ആരോ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയും. ആ സമയത്ത് ബാലേന്ദ്രൻ മേനോൻ പറയുന്നുണ്ട്, ആ വിഡ്ഢിയായ ഭർത്താവ് ഞാനാണ് അവളെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് പറയും. കുറച്ച് നേരത്തേക്ക് സ്റ്റാൻലി ഒരു ശബ്ദമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സ്വന്തം ഭാര്യയുടെ പൂർവ്വകാല കഥകളാണ് സ്റ്റാൻലി ബാലേന്ദ്രൻ മേനോനോട് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ വൈജയുടെ ഭർത്താവാണെന്ന് അറിയാതെയാണ് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞതെന്ന് പറയും. നിങ്ങൾ ഈ സത്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കിതെല്ലാം അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, നിങ്ങളോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. നിങ്ങൾ പറഞ്ഞല്ലോ വിഡ്ഢിയാക്കപ്പെട്ട ഒരു ഭർത്താവ്, ആ ഒരു ലേബലെന്നും എനിക്കിരിക്കട്ടെ. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചത്. 23 വർഷം അവൾ എന്നെ ചതിക്കുമായിരുന്നു. അവളുടെ മുമ്പിൽ ഞാനൊരു വിഡ്ഢിയായ ഭർത്താവ് മാത്രമായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ മാത്രമാണ് അവൾ ഈ ലോകത്തെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നത്. ആയിരിക്കാം, അതാണ് അവൾക്ക് എന്നോട് ഒരു ആത്മാർത്ഥത ഇല്ലാതെ പോയെന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറയാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇപ്പം എൻ്റെ മാനസികാവസ്ഥ അതിനുള്ളതല്ല. ഞാനത് പറയും. ഞാൻ ഇന്ന് എന്തായാലും ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ. ഒന്നുകിൽ ഞാൻ നാളെ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ മിസ്റ്റർ സ്റ്റാൻലി എന്നെ കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് സംസാരിച്ച് അവർ പിരിയുകയാണ്. അതിനുശേഷം ഗോവർദ്ധനുമായിട്ട് തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവർ പോകുന്നത് സ്റ്റാൻലി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു മനസ്സിൽ വരും, ഒരു കാര്യവും ഇല്ലാതെ 23 വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിയുടെ ഭർത്താവ് എന്നെ അന്വേഷിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വൈജയെക്കുറിച്ചുള്ള എല്ലാ കഥകളും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമില്ലാതെ വരത്തില്ല, എന്തെങ്കിലും ഒരു കാര്യം കാണും. അപ്പോൾ നാളെ എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട് സ്റ്റാൻലിക്ക്. അങ്ങനെ അവർ തിരിച്ച് ഹോട്ടലിൽ ചെല്ലുന്നുണ്ട്. ഹോട്ടലിൽ ചെല്ലുന്നതിന് ശേഷം ഗോവർദ്ധനൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ, നമ്മൾ ഇന്ന് പുനലൂർക്ക് പോയില്ലായിരുന്നു. അവിടെ നമ്മൾ കണ്ട സ്റ്റാൻലി ജോസഫ് ആരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധൻ്റെ ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളിന്ന് കാണാൻ പോയ സ്റ്റാൻലി ജോസഫാണ് അലീനയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അലീനയുടെ അച്ഛനോ? അതെ, അലീനയ്ക്ക് ജന്മം കൊടുത്ത അലീനയുടെ സ്വന്തം അച്ഛനാണെന്ന് പറയും. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്താണോ 25 കൊല്ലം ആ പെൺകുട്ടി അനാഥത്വം പേര് നടന്നതെന്ന് ചോദിക്കും. അതെ, സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോഴാണ് അവൾ 25 വർഷം അനാഥയായി കഴിയേണ്ടി വന്നതെന്ന് പറയും. അപ്പോൾ അവളുടെ അമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിക്കും. അതെ, അപ്പോൾ അവളുടെ അമ്മ ആരാ എന്ന് ചോദിക്കും. തനിക്കറിയാം, തനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അവളുടെ അമ്മയെന്ന് പറയും. എനിക്ക് വേണ്ടപ്പെട്ടതോ? അതെ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് പറയും. ബാലേട്ടന് എന്തായി പറയുന്നത്? എനിക്കറിയാവുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരാ അലീനയുടെ അമ്മ? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ ഭാര്യ വൈജയന്തി എന്ന് പറയും. വൈജയിച്ചിയോ? അതെ, വൈജയുടെ മകളാണ് അലീന. പക്ഷേ ആ സത്യം അലീനയ്ക്കറിയാം. അലീന വെറുതെ അല്ല ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്നതും. കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ അവളെ ത്യാഗഭവനത്തിൽ നിന്ന് വെറുതെ അല്ലടോ ഗോവർദ്ധന. കുഞ്ഞിരാമ മേനോൻ കൈതക്കൽ മാളിക വീട്ടിലോട്ട് അവളെ കൊണ്ടുവന്നത്, സ്വന്തം ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ട് കൊണ്ടുവന്നത് സ്വന്തം മകളുടെ മകളെയാണെന്ന് അങ്ങേർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നതെന്ന് നോക്കും.
പക്ഷേ ആ ഒരു സത്യം ഞാൻ അറിയുമെന്ന് അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വൈചേച്ചിക്ക് അറിയാമോ ഒരു സത്യം? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ അളിയനോട് ഈ രീതിയിൽ പെരുമാറത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പക്ഷേ ബാക്കി എല്ലാവർക്കും ഇതറിയാം. എന്ന് വെച്ചാൽ ഗംഗാധര മേനോൻ, ഞാൻ കാണാൻ പോയ ഗംഗാധര മേനോനും രാജീവിനും ശിവേട്ടനും എല്ലാവർക്കും ഈ സത്യം അറിയാം. അവരുടെ അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമെന്ന് പറയും. പക്ഷേ ഇതറിയാൻ വയ്യാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവളെ എന്തായാലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന വൈജയുടെ കടുംപിടുത്തമായ തീരുമാനം. അവളെ പുറത്താക്കിയെങ്കിൽ മാത്രമേ വൈജ അങ്ങോട്ട് തിരിച്ചു വരുത്തുള്ളൂന്നാണ്. എനിക്ക് അലീനയെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അവൾ ഇത്രയും നാളും അവൾ അമ്മയുടെ കൂടെ താമസിച്ചത്. അമ്മ ഒരിക്കലും മകളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവൾക്ക് അറിയാമായിരുന്നു അവളുടെ അമ്മയാണ് വൈജ എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളുടെ കൂടെ അവൾ നിന്നത്. പക്ഷേ അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ തിരിച്ച് വളരെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ തന്നെ അവൾ എത്തിച്ചേരണം. അത് സ്വന്തം അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ അത്രയും നല്ലത്. അത്രയെങ്കിലും എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അവളെ പെരുവഴിയിലോട്ട് പിടിച്ചിറക്കി വിടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഗോവർദ്ധൻ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ ബാലേന്ദ്രൻ മേനോൻ വളരെ ഇമോഷണലായിട്ടാണ് ഗോവർദ്ധനോട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അലീനയുടെ അമ്മയാണ് വൈജ എന്നുള്ള സത്യം ഒരാൾ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.